ഒരു മികച്ച സിനിമ ഉണ്ടാവാൻ മാസ് ഡയലോഗ്സിൻ്റെയോ ഗംഭീര BGMൻ്റെയോ അല്ലെങ്കിൽ ഫൈറ്റ് സീനിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സ്റ്റോറിയും അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുന്ന ആക്ടേഴ്സും ഉണ്ടായാൽ മതി. അതിനൊരു ഉദാഹരണമാണ് 2010 പുറത്തിറങ്ങിയ ജാപ്പാനീസ് മൂവി ആയിട്ടുള്ള കൺഫെഷൻസ്. ഒരു ഡാർക്ക് മൂഡിൽ വളരെ സ്ലോ പേസ് ആയിട്ട് എങ്ങനെ ഒരു റിവെഞ്ച് ത്രില്ലർ മൂവി എടുക്കാമെന്ന് കൺഫെഷൻസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജാപ്പാനീസ് മൂവി ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ പറയാനും ഓർത്തു വെക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള പേരുകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു ക്ലാസ് മുറി കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ആരംഭിക്കുന്നത്. ക്ലാസ് ടീച്ചറായിട്ടുള്ള സോഫിയ ടീച്ചർ കുട്ടികളോട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ടീച്ചർ അവിടെ ഉണ്ടായിരുന്നെന്ന് പോലും അവർ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ സ്കൂളിൽ നിന്നും പാലും മുട്ടയൊക്കെ കിട്ടാറുണ്ടായിരുന്നില്ലേ? അതുപോലെ തന്നെ ആ ക്ലാസ്സിലുള്ള പിള്ളേർക്കും പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് ആ പാല് കുടിക്കുന്നുണ്ട്, കുറച്ച് പേര് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം അലമ്പ് തന്നെയായിരുന്നു ക്ലാസ് റൂം. അപ്പോഴായിരുന്നു ടീച്ചർ പറയുന്നത് ടീച്ചർ ഈ ജോലി ഉപേക്ഷിക്കുവാണെന്നും ഇത് അവരുടെ അവസാനത്തെ ക്ലാസ് ആയിരിക്കുമെന്നും. അത് കേട്ടിട്ട് കുറെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡാനിയൽ സാറിനെ ഓർമ്മയുണ്ടോ എന്ന്. അപ്പോഴതിൽ നിന്ന് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഓർമ്മയുണ്ട്, പുള്ളിക്കാരൻ നല്ലൊരു മാഷായിരുന്നു, ആൾ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്, എന്നാലും ആളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയല്ലോ. അത് കേട്ട ടീച്ചറും പറയുന്നുണ്ട്, ശരിയാണ്, ആളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഡാനിയൽ സാറ് വളരെ മികച്ചൊരു അധ്യാപകനായിരുന്നു, അയാൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഒരുപാട് TV ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അദ്ദേഹം തൻ്റെ സ്കൂളിലെ അവസാനത്തെ ദിവസം വരെയും ക്ലാസ്സിലുള്ള പിള്ളേരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഡാനിയൽ സാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഫിയ ടീച്ചർ ഒരു നല്ല അധ്യാപിക അല്ലായിരുന്നെന്നും ടീച്ചർ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ടീച്ചർ അവിടെ നിന്ന് പറയുമ്പോഴും നമുക്ക് ക്ലാസ്സിൽ വേറൊരു സംഭവം കൂടി കാണാൻ സാധിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2 പിള്ളേർ അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ ബോൾ വെച്ചിട്ട് എറിയുന്നുണ്ട്. കൂടാതെ അവന്മാർ ക്ലാസ്സിനിടയിൽ വെച്ചിട്ട് ഞങ്ങൾ പോവാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുമുണ്ട്. എന്നിട്ട് അവന്മാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞങ്ങൾ ടെറസിലുണ്ട്, നീ പെട്ടെന്ന് തന്നെ ടെറസിലേക്ക് വായെന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ആ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ടീച്ചറോട് പറയുന്നുണ്ട്, ടീച്ചർ എനിക്കൊരു വയ്യായ്കയുണ്ട്, ഞാൻ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന്. എന്നിട്ട് അവൻ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി പോകുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൻ ഡോക്ടറിൻ്റെ അടുത്തേക്കായിരുന്നില്ല പോയത്, അവന്മാരെ പേടിച്ചിട്ട് ടെറസിലേക്കായിരുന്നു. എന്നിട്ട് ടീച്ചർ തൻ്റെ കുട്ടികളോട് എനിക്ക് നിങ്ങളെ അവസാനമായി ഒരു പാഠം കൂടി പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടീച്ചർ അവരുടെ കഥ പറയാൻ തുടങ്ങി. തനിക്കൊരു മകളുള്ളതായിട്ട് കുട്ടികൾക്കെല്ലാം അറിയാമോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ടീച്ചർ പറഞ്ഞു തുടങ്ങി, എൻ്റെ മകൾ മനാമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ അവളുടെ അച്ഛനെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും, കാരണം ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെപ്പോലെ തന്നെ അദ്ദേഹവും ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളെ തന്നെയായിരുന്നു ഞാനും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഞാൻ വിവാഹത്തിന് മുൻപേ തന്നെ പ്രഗ്നന്റ് ആയി. പക്ഷേ ആ സമയത്തായിരുന്നു അദ്ദേഹം കുറച്ച് മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരിശോധനയിൽ അദ്ദേഹത്തിന് HIV ബാധിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു ആ ഒരു വൈറസ് അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ തുടർന്ന് എനിക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ HIV തനിക്ക് ബാധിച്ചിട്ടില്ലെന്നും കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ ഡാനിയലിന്റെ ആഗ്രഹപ്രകാരം പിന്നീട് ഞങ്ങൾ വിവാഹം കഴിച്ചില്ല. കാരണം ഞങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു കുട്ടിയുടെ അച്ഛന് AIDS ബാധിതനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അവളെ അംഗീകരിക്കില്ല, എല്ലാവരും അവളെ അകറ്റി നിർത്തും. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ക്ലാസ്സിലുള്ള പിള്ളേർക്കാകെ പേടിയാകുന്നുണ്ട്. കാരണം ടീച്ചർക്ക് ഈ ഒരു AIDS ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വായുവിലൂടെ അവർക്കെല്ലാം പകരുമോ എന്ന് അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അവരോട് പറയുന്നുണ്ട്, വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ ഒന്നും തന്നെ ഈ AIDS പകരില്ലെന്ന്. കൂടാതെ തൻ്റെ മകൾ മനാമിയെ പ്രസവിച്ചിട്ട് അധികം നാൾ കഴിയുന്നതിന് മുൻപേ തന്നെ ടീച്ചർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. താൻ സ്കൂളിലേക്ക് വരുന്ന സമയത്തെല്ലാം തന്നെ മനാമിയെ നഴ്സറിയിലാക്കുമായിരുന്നു. അങ്ങനെ നഴ്സറി സമയം കഴിഞ്ഞതിന് ശേഷം സ്കൂളിനടുത്തുള്ള ഒരു ആയയെ അവളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് ആ ആയയ്ക്ക് രോഗം ബാധിച്ചതിനാൽ അവരധിക സമയവും ഡോക്ടറുടെ അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നഴ്സറി സമയം കഴിഞ്ഞതിനു ശേഷം മനാമിയെ ടീച്ചർ അവർ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ മെഡിക്കൽ റൂമിലിരുത്തുമായിരുന്നു. അത് കുട്ടികളെല്ലാം തന്നെ കാണാറുമുണ്ട്. മനാമിക്ക് കാർട്ടൂണിലുള്ള മോട്ടുമുയലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞാനും മനാമി ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ മോട്ടുമുയലിന്റെ ചിത്രമുള്ള ഒരു പേഴ്സ് കണ്ടു. അവൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് വാശി പിടിച്ച് കരഞ്ഞു. അത് ഈ ക്ലാസ്സിലുണ്ടായിരുന്ന ഷിമോറ എന്ന കുട്ടി കണ്ടിട്ട് അവൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ നിങ്ങൾക്ക് ആ പേഴ്സ് ആ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തുകൂടെ എന്ന്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ആ പേഴ്സ് എടുത്തിട്ട് ഷിമോറയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഈ പേഴ്സ് ഓർമ്മയുണ്ടോ എന്ന്.
അതിനുശേഷം ടീച്ചർ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം പതിവ് പോലെ ഞാൻ മനാമിയെ മെഡിക്കൽ റൂമിൽ ഇരുത്തിയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാൻ മെഡിക്കൽ റൂമിലേക്ക് ചെന്ന് നോക്കി. പക്ഷെ അവിടെ മനാമി ഇല്ലായിരുന്നു. ഞാൻ ഈ സ്കൂൾ പരിസരം മുഴുവനും നോക്കി. പക്ഷെ എവിടെയും തന്നെ എനിക്ക് മനാമിയെ കണ്ടെത്താനായില്ല. അവസാനം അവിടെ ആ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിലുള്ള എൻ്റെ മോളുടെ ശരീരമായിരുന്നു എനിക്ക് തിരിച്ചു കിട്ടിയത്. പോലീസ് പറഞ്ഞത് കാൽവഴുതി വെള്ളത്തിൽ വീണിട്ടാണ് എൻ്റെ മകൾ മരിച്ചതെന്നാണ്. എന്നാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അത്രയും പറഞ്ഞിട്ട് ടീച്ചർ ഒരു കാര്യം കൂടി ആ കുട്ടികളോട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടേത് എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരു അപകട മരണമല്ല, അതൊരു കൊലപാതകമാണ്. ഈ ക്ലാസ്സിലുള്ള 2 കുട്ടികളാണത് ചെയ്തത്. അത് കേട്ടിട്ട് ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം തന്നെ ഞെട്ടുന്നുണ്ട്. അതേസമയം നമ്മൾ നേരത്തെ ടെറസിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ആ പിള്ളേരെ കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യം പോയിട്ടുണ്ടായിരുന്ന ആ 2 പിള്ളേര് അവസാനം പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യനെ ബോൾ വെച്ച് എറിഞ്ഞ് ഉപദ്രവിക്കുകയായിരുന്നു. ടീച്ചർ ഈ കാര്യം ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ അതിലുള്ള ഒരു പയ്യന് മെസ്സേജ് വരുന്നുണ്ട്. സോഫിയ ടീച്ചർക്ക് പ്രാന്തായെന്നും പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് വായെന്നും പറഞ്ഞിട്ട്. ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് വീണ്ടും സോഫിയ ടീച്ചറെയാണ്. ടീച്ചർ വീണ്ടും പറഞ്ഞു തുടങ്ങി, നിങ്ങളെ എന്താണ് സംരക്ഷിക്കുന്നത് എന്നറിയാമോ? ആയുധങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഒന്നും തന്നെയല്ല, അത് കുട്ടികളുടെ നിയമമാണ്. ജപ്പാനിലെ കുട്ടികളുടെ നിയമം. ഇവിടെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് തന്നെ കുറ്റകൃത്യം ചെയ്താലും അവര് അതിന് ഉത്തരവാദികളായിരിക്കില്ല. നിഷ്പ്രയാസം അവര് കുറ്റവിമുക്തരാകും. എന്നിട്ട് ടീച്ചർ ആ അഭിപ്രായത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടി പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ വിഷം കൊടുത്തിട്ട് കൊന്നു. എന്നിട്ട് അവൾ ആ കാര്യം ബ്ലോഗിലൂടെ എല്ലാവരെയും അറിയിച്ചു. പക്ഷെ എന്തിനായിരുന്നു അവൾ ആ കൊലപാതകം ചെയ്തതെന്ന് അന്വേഷണത്തിൽ തെളിയിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു വിധത്തിലുള്ള ശിക്ഷയും ലഭിച്ചില്ല. എന്നാൽ അവൾക്ക് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത അവളുടെ ടീച്ചറിന് ശിക്ഷ ലഭിച്ചു. മാത്രമല്ല അവളുടെ സമപ്രായക്കാരായ എല്ലാ കുട്ടികളും അവളെ ആരാധിക്കാനും തുടങ്ങി. ഇത് കേട്ട ക്ലാസ്സിലുള്ള ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ വർഷം ലൂണാസിൽ നടന്ന സംഭവമല്ലേന്ന്. അത് കേട്ടിട്ട് ടീച്ചർ അതെ, ആ സംഭവം തന്നെയാണ് ഞാൻ ഈ പറയുന്നതെന്നും പറഞ്ഞു. അപ്പോഴേക്കും ടെറസിലുണ്ടായിരുന്ന ആ 2 പിള്ളേരും ക്ലാസ് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരും കൂടി വന്നതിന് ശേഷം ടീച്ചർ വീണ്ടും പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് എൻ്റെ മകളെ കൊന്ന ആ 2 കുട്ടികൾ ആരാ എന്നറിയണ്ടേന്ന്. അത് കേട്ടിട്ട് എല്ലാ പിള്ളേരും വേണമെന്ന് പറയുമ്പോഴും ടീച്ചർ പറയുന്നത് എനിക്ക് അവരുടെ പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നായിരുന്നു. അത് കേട്ടിട്ട് ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം അത് ശരിയല്ല ടീച്ചറെ, നിങ്ങൾ അവരുടെ പേര് എന്തായാലും പറയണമെന്ന് പറയുമ്പോൾ ടീച്ചർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡാനിയൽ സാറില്ലേ, അതായിരുന്നു എൻ്റെ മനാമിയുടെ അച്ഛൻ. അത് കേട്ടിട്ട് ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം തന്നെ ഞെട്ടുന്നുണ്ട്. കൂടാതെ ടീച്ചർ അവർക്ക് വേറൊന്നും കൂടി കാണിച്ചു കൊടുത്തു. ആ മോട്ടുമുയലിന്റെ ചിത്രമുള്ള പേഴ്സ്. അത് ടീച്ചർ മനാമിക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു അത് മനാമിയുടെ കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നത്? മാത്രമല്ല മനാമി മരിച്ചു കിടന്ന ആ ഒരു സ്വിമ്മിംഗ് പൂളിനടുത്ത് നിന്നായിട്ട് ഒരു ക്രിക്കറ്റ് ബോൾ കൂടി ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും തന്നെ നേരത്തെ ആ ബോൾ വെച്ചിട്ട് മറ്റൊരു കുട്ടിയെ ആക്രമിച്ച ആ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവനെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴവൻ എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ടീച്ചർ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി, ഞാൻ ആ കുട്ടികളെ എ എന്നും ബി എന്നും വിളിക്കും. എ ക്ലാസ്സിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ മേലെ ഒരു കുറ്റവും തന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല. എന്നാലും ഇടയ്ക്കെല്ലാം അവൻ്റെ പേരിൽ കുറച്ച് അപവാദങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ പരീക്ഷണങ്ങൾ നടത്താൻ മിടുക്കനായിരുന്നു. പലതരം യന്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ട് പട്ടിയെയും പൂച്ചയെയും ഒക്കെ ആ ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെ കൊന്നിട്ട് അതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് അവന്റെ പതിവായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അവന്റെ പഴയ ക്ലാസ് ടീച്ചറെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ടീച്ചർ പറഞ്ഞത് അവൻ അങ്ങനെ ഒരു കുട്ടിയല്ലായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ദിവസം അവൻ എൻ്റെ അടുത്ത് ഒരു പേഴ്സുമായിട്ട് വന്നു. എന്നിട്ട് അവൻ എന്നോട് ആ പേഴ്സ് തുറന്നു നോക്കാൻ പറഞ്ഞു. അത് തുറന്നു നോക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിൽ നിന്നും എനിക്ക് ഷോക്കേറ്റു. പക്ഷേ അവൻ അത് കണ്ടിട്ട് ചിരിക്കുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ എന്താ ഒരു പരീക്ഷണ വസ്തുവാണോ എന്ന്. അപ്പോഴവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അതവൻ ജപ്പാനിലെ ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു എന്നാണ്. ആരെങ്കിലും നമ്മുടെ പേഴ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഷോക്ക് ഏൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊന്നും ആരും മോഷ്ടിക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കണ്ടുപിടുത്തം നല്ലതാണ്, പക്ഷേ ഇത് മറ്റുള്ളവരുടെ ജീവന് ആപത്തല്ലേ എന്ന്. എന്നാൽ അവൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഇത് എന്തായാലും അവൻ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യം പ്രിൻസിപ്പലിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പലും അവന് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ അവൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തിന് തന്നെ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം ലഭിച്ചു.
ടീച്ചർ ഇത്ര തന്നെ പറയുമ്പോഴേക്കും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ടീച്ചർ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി, അവന്റെ പേരായിരുന്നു ചെറി. എന്നിട്ട് ടീച്ചർ വീണ്ടും പറഞ്ഞു, മനാമിയുടെ ശരീരത്തിനടുത്തു നിന്ന് കിട്ടിയ ആ ഒരു പേഴ്സുമായിട്ട് ഞാൻ അവനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവനാണോ മനാമിയെ കൊന്നതെന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന്റെ അടുത്ത് ചെന്ന് അവനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അവനൊരു ചെറിയ പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു അവനാണ് മനാമിയെ കൊന്നതെന്ന്. എയുടെ ഉദ്ദേശം വളരെ നിഷ്കളങ്കമായിരുന്നു. അവന് ലോകം അറിയപ്പെടുന്ന ഒരാളാവണം. അതിനു വേണ്ടിയിട്ട് അവൻ പലതരം കണ്ടുപിടുത്തങ്ങളും നടത്തി. അവസാന ശാസ്ത്രമേളയിൽ അവന്റെ കണ്ടുപിടുത്തത്തിന് തന്നെ സമ്മാനവും ലഭിച്ചു. അവന്റെ ഫോട്ടോ പത്രങ്ങളിൽ വന്നു. എന്നാൽ ആരും തന്നെ അവന്റെ ആ ഒരു ന്യൂസ് ശ്രദ്ധിച്ചില്ല. ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ മറ്റൊന്നിലായിരുന്നു. ലൂണാസിൽ തന്റെ കുടുംബത്തിലെ എല്ലാവരെയും കൊന്ന ആ ഒരു പെൺകുട്ടിയിലേക്ക്. അത് കണ്ടിട്ട് അവന് നന്നായിട്ട് ദേഷ്യം വന്നു. അവനെ ആരും തന്നെ അംഗീകരിക്കില്ലെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ ലൂണാസിലെ പെൺകുട്ടി ചെയ്തതുപോലെ എന്തെങ്കിലും വിചിത്രമായ ഒരു കാര്യം ചെയ്തിട്ട് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അവനിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ലൂണാസിലെ പെൺകുട്ടി ചെയ്തതുപോലെ ആരെയും വിഷമൊന്നും കൊടുത്തിട്ട് കൊല്ലാൻ അവൻ തയ്യാറായില്ല. അവൻ ആരെയെങ്കിലും കൊല്ലണമെങ്കിൽ അതിനുള്ള ആയുധം അവന് തന്നെ കണ്ടുപിടിക്കണമായിരുന്നു. അവൻ കൊന്ന മനാമിയുടെ അമ്മയാണെന്ന് പോലും ഓർക്കാതെ അവൻ എല്ലാ കാര്യങ്ങളും ടീച്ചറോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ പറയുന്നുണ്ട്, എനിക്ക് അവനെ കൊല്ലണമെന്നുണ്ട്, പക്ഷെ ഞാനത് ചെയ്യില്ലെന്ന്. എന്നിട്ട് ടീച്ചർ ബിയെ കുറിച്ച് പറയാൻ ആരംഭിച്ചു. അവൻ അടുത്തിടെ ഈ സ്കൂളിലേക്ക് സ്ഥലം മാറി വന്ന ഒരു കുട്ടിയാണ്. അവൻ അധികം ആരോടും സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവന് കൂട്ടുകാരുമില്ലായിരുന്നു. ചെറിക്കാണെങ്കിൽ തന്റെ ഈ കൃത്യത്തിൽ സഹായിക്കാൻ ഏതെങ്കിലും ഒരു മണ്ടൻ കൂട്ടുകാരനെ വേണമായിരുന്നു. അങ്ങനെ ചെറി തിരഞ്ഞെടുത്ത ആളായിരുന്നു ബി. കൂട്ടുകാരും തന്നെ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ബിക്ക് അത് വളരെ ആശ്വാസമായി. അവൻ ചെറി പറയുന്ന ഏത് കാര്യവും ചെയ്യാൻ തയ്യാറായിരുന്നു. ടീച്ചർ ഇത്ര തന്നെ പറയുമ്പോഴേക്കും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും അവരാരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു ബ്രൂണോ. അങ്ങനെ ചെറിയും ബ്രൂണോയും കൂടിയിട്ട് ആരെ കൊല്ലണമെന്ന് തീരുമാനിക്കാൻ തുടങ്ങി. അവരാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോഫിയ ടീച്ചറുടെ പേരായിരുന്നു. എന്നാൽ ചെറിക്ക് അതൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. കാരണം ചെറി ഓൾറെഡി ആ ഒരു പേഴ്സ് ടീച്ചറുടെ മേൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോഴായിരുന്നു ബ്രൂണോ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഫിയ ടീച്ചറുടെ മകൾ മനാമിയെ കൊല്ലാമെന്ന്. അതിനവൻ പറഞ്ഞ കാരണം ഇങ്ങനെയായിരുന്നു. എപ്പോഴും തന്റെ മകളെ മാത്രം നോക്കി നടക്കുന്ന ആ ടീച്ചർ തന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഒരാവശ്യവും നടത്തി തരാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലും വലിയ ശിക്ഷ ഇനി കിട്ടാനില്ലെന്ന്. അങ്ങനെ അവർ അവരുടെ ഇരയെ തിരഞ്ഞെടുത്തു, മനാമി. ഒരു ദിവസം മനാമി സ്വിമ്മിംഗ് പൂളിനടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോഴായിരുന്നു അവരങ്ങോട്ട് ഈ പേഴ്സുമായിട്ട് പോകുന്നത്. ആ പേഴ്സ് മനാമിക്ക് നേരെ നീട്ടിയിട്ട് ചെറി അതവളുടെ അമ്മ അവളെ ഏൽപ്പിക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. പേഴ്സ് കിട്ടിയ സന്തോഷത്തിൽ മനാമി ആ പേഴ്സ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിൽ നിന്നും ഷോക്കേറ്റിട്ട് അപ്പോൾ തന്നെ മനാമി ബോധരഹിതയായിട്ട് വീഴുന്നുണ്ട്. അവൾ മരിച്ചു എന്ന് കരുതിയ ചെറി ബ്രൂണോയോട് ഈ കാര്യം ചെയ്തത് ചെറി ഒറ്റയ്ക്കാണെന്ന് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ബ്രൂണോയെ ആരും സംശയിക്കില്ലെന്നും എന്നാൽ ഈ കൊലപാതകത്തിന്റെ ക്രെഡിറ്റ് മുഴുവനായിട്ടും ചെറിക്ക് തന്നെ കിട്ടുമെന്നും ചെറി വിശ്വസിച്ചു. പക്ഷേ ബ്രൂണോയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ പേഴ്സ് കൊണ്ടാണ് ഇവള് മരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബ്രൂണോയെയും സംശയിക്കും. അതുകൊണ്ട് തന്നെ അവൻ ആ പേഴ്സ് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് മനാമിയെ എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇട്ടു. പോലീസ് അന്വേഷണത്തിൽ മനാമി കാൽ വഴുതി സ്വിമ്മിംഗ് പൂളിലേക്ക് വീണ് മരിച്ചതായിരിക്കുമെന്ന് തെളിയുമെന്ന് ബ്രൂണോ കരുതി. ബ്രൂണോ വിശ്വസിച്ചതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിൽ അതൊരു കൊലപാതകമാണെന്ന് ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയ സോഫിയ ടീച്ചർ ബ്രൂണോയെ കാണാൻ അവന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്റെ അമ്മ അവൻ കുറ്റക്കാരനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സ്ത്രീ അവന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. മാത്രമല്ല മനാമയെ കുറിച്ചിട്ട് അവരൊരു വാക്ക് പോലും സോഫിയ ടീച്ചറോട് ചോദിച്ചിട്ടുമില്ല. എന്നിട്ട് ടീച്ചർ വീണ്ടും കുട്ടികളോടായിട്ട് പറയുന്നുണ്ട്, എന്റെ മകൾ മനാമി എങ്ങനെയാണ് മരിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾക്കറിയാത്ത വേറൊരു രഹസ്യം കൂടിയുണ്ട്. എന്താന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് 4 വയസ്സായിരുന്നു പ്രായം. ഈ ഒരു പേഴ്സിൽ നിന്നും ഏറ്റ ഷോക്ക് കൊണ്ട് അവൾ ഒരിക്കലും തന്നെ മരിക്കില്ല. ഒരാളുടെ ജീവനെടുക്കാൻ മാത്രമുള്ള ഷോക്കൊന്നും ഈ പേഴ്സിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ മരിച്ചു എന്ന് കരുതിയ ബ്രൂണോ അവളെ എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇട്ടു. അപ്പോഴായിരുന്നു ശരിക്കും എൻ്റെ മകൾ മരിച്ചിരുന്നത്. ചെറിക്കാണെങ്കിൽ ഒരാളെ കൊല്ലാനുള്ള ധൈര്യമുണ്ടായിരുന്നു. എന്നാൽ അവൻ ചെയ്തതിൽ നിന്നും എൻ്റെ മകൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ബ്രൂണോയ്ക്ക് ഒരാളെയും കൊല്ലാനുള്ള ധൈര്യമില്ലായിരുന്നു. എന്നാൽ അവൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയിലായിരുന്നു എൻ്റെ മകൾ മരിച്ചത്. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പോലീസുകാരോട് പറഞ്ഞാൽ പോലും അവർക്ക് യാതൊരുവിധ ശിക്ഷയും ലഭിക്കില്ല. കാരണം ജപ്പാനിലെ കുട്ടികളുടെ നിയമം അങ്ങനെയാണ്. അതിനാൽ തന്നെ അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. അവര് ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കണം.
അവർ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് ഓർത്തോർത്ത് അവർ കുറ്റബോധം കൊണ്ട് ഇനിയുള്ള കാലം നീറണം. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കുടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാലില്ലേ, അതിൽ ഞാൻ ഡാനിയലിൻ്റെ HIV കലർന്ന രക്തം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപാടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പേടിക്കുന്നുണ്ട്. ചെറിയാണെങ്കിൽ അപ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യാൻ തോന്നിയിട്ട് ക്ലാസ്സിന് പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് സോഫിയ ടീച്ചർ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു വെക്കേഷൻ ആശംസിച്ചിട്ട് ക്ലാസ്സിൽ നിന്നും പോയി. ഇത്രയും നേരം നമ്മൾ കണ്ടത് സോഫിയ ടീച്ചറുടെ കൺഫെഷൻ ആയിരുന്നു. ഇനി അങ്ങോട്ട് ഈ സിനിമയിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടായിരിക്കും ഈ മൂവി നീങ്ങുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ക്ലാസ്സിലെ ലീഡറായിട്ടുള്ള അന്നയുടെ കൺഫെഷനാണ്. അങ്ങനെ അടുത്ത അധ്യയന വർഷം ആരംഭിച്ചു. സോഫിയ ടീച്ചർക്ക് പകരം പുതിയ അധ്യാപകൻ എത്തി. സോഫിയ ടീച്ചർ പോയതിൽ കുട്ടികൾക്കെല്ലാം തന്നെ നല്ല സന്തോഷവും ഉണ്ട്. പുതിയതായിട്ട് വന്ന ആ അധ്യാപകൻ അയാളെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അയാളുടെ പേര് ആരോൺ എന്നാണെന്നും ഇനി തൊട്ട് അയാളായിരിക്കും പുതിയ ക്ലാസ് ടീച്ചർ എന്നുമൊക്കെ. എന്നിട്ട് അയാൾ കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ബ്രൂണോ മാത്രം ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ പറയുന്നത് അവന് ജലദോഷമായതുകൊണ്ടാണ് ക്ലാസ്സിൽ വരാത്തതെന്നാണ്. എന്നാൽ കുട്ടികൾക്കെല്ലാം തന്നെ അറിയാമല്ലോ അവൻ എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ വരാത്തതെന്ന്. പക്ഷേ അപ്പോഴും എല്ലാവർക്കും അത്ഭുതം, ചെറിയ അന്നും ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അവന് യാതൊരു തര ഭാവമാറ്റവും ഇല്ലായിരുന്നു. അത് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു പുതിയതായിട്ട് വന്ന ആരോൺ സർ പറയുന്നത് പുള്ളിക്കാരനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ടെന്ന്. ആരാണെന്ന് വെച്ചാൽ സോഫിയ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ HIV ബാധിച്ചിട്ടുള്ള ഡാനിയൽ സർ, അയാളായിരുന്നു ആ എഴുത്തുകാരൻ. പക്ഷേ അപ്പോൾ തന്നെ കുട്ടികൾ അയാളെ ആ സംഭാഷണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മ വന്നു. പക്ഷേ അതിനുശേഷം ആരോൺ കുട്ടികളോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊരു നുണ പറഞ്ഞിട്ടുണ്ട്. ബ്രൂണോയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജലദോഷം ആയതുകൊണ്ടല്ല അവൻ ക്ലാസ്സിൽ വരാത്തത്. അവൻ വരാത്തതിന് കാരണം അവന് കടുത്ത മാനസികാഘാതം ഏറ്റിട്ടുണ്ട്. എന്നാൽ ആരോൺ ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ബ്രൂണോയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവരതൊന്നും തന്നെ ആരോണിനോട് പറയുന്നുമില്ല. അതിനുശേഷം ആരോൺ പറയുന്നുണ്ട്, ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ ബ്രൂണോയെ തിരിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഞാനും ക്ലാസ് ലീഡറായിട്ടുള്ള അന്നയും കൂടി ബ്രൂണോയെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകാം. പക്ഷേ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളും ഓരോ ലെറ്റർ വീതം എഴുതണം. ആ ലെറ്റേഴ്സ് വായിച്ചിട്ടെങ്കിലും അവൻ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ വരണം. കുട്ടികളെല്ലാം തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. അവരെല്ലാം ബ്രൂണോയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ലെറ്റർ എഴുതിയിട്ട് ആരോണിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ആരോണും അന്നയും കൂടിയിട്ട് അതുമായിട്ട് ബ്രൂണോയെ കാണാൻ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ബ്രൂണോയുടെ അമ്മ ആരോണിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു നല്ല ക്ലാസ് ടീച്ചറാണ്. മുൻപത്തെ ടീച്ചറും നിങ്ങളെപ്പോലെ ആയിരുന്നുവെങ്കിൽ എൻ്റെ ബ്രൂണോയ്ക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. അത് കേട്ടിട്ട് ആരോൺ അവർക്ക് വാക്കു കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ബ്രൂണോയെ ശരിയാക്കിയിട്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ കൊണ്ടുവരുമെന്ന്. അങ്ങനെ ബ്രൂണോന്റെ അമ്മ ആ ലെറ്റേഴ്സ് ബ്രൂണോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ അമ്മയെ തട്ടി മാറ്റുകയായിരുന്നു ചെയ്തത്. കരയുന്നതിൻ്റെ ഇടയിലും അവൻ പറയുന്നുണ്ട്, എന്നെ തൊടണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന്. കാരണം അവൻ HIV ബാധിച്ചിട്ടുണ്ടെന്ന് അവൻ അത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ അമ്മയ്ക്കും അത് പകരുമെന്ന് അവൻ പേടിച്ചു. ബ്രൂണോ തൊടുന്ന ഓരോ സാധനങ്ങളും അവൻ വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ആ ഒരു സംഭവത്തിന് ശേഷം അവൻ കുളിച്ചിട്ടില്ല. അവന്റെ ദേഹം മുഴുവനും അഴുക്കായിരുന്നു. വേറെ ആരെങ്കിലും അവനെ കുളിപ്പിക്കാനായിട്ട് അവൻ അനുവദിച്ചതുമില്ല. ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഒരു ഭ്രാന്തനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബ്രൂണോ. എന്നാൽ ബ്രൂണോയുടെ അമ്മ മാത്രം മനാമിയെ കൊന്നത് ബ്രൂണോ ആണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. സോഫിയ ടീച്ചർ എല്ലാ കുറ്റവും ബ്രൂണോയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ക്ലാസ് മുറിയാണ്. അവിടെയുള്ള ഓരോ കുട്ടികളും ചേർന്നിട്ട് ചെറിയെ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ ലക്ഷ്യം സോഫിയ ടീച്ചർക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ചെറി ആരെയും തിരിച്ചു ഉപദ്രവിക്കാൻ തയ്യാറായില്ല. അവൻ എല്ലാരിൽ നിന്നും അകന്നു നടക്കാനാണ് ആഗ്രഹിച്ചത്. കൂടാതെ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ ഫോണിലേക്കും എന്നും ചെറിയെ ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോ മെസ്സേജ് വരുമായിരുന്നു. പക്ഷെ അത് ആരാണ് അയക്കുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ ക്ലാസ് ടീച്ചറായിട്ടുള്ള അന്നയ്ക്ക് ജെറിയോട് സഹതാപം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് മാത്രമുള്ള കുറ്റമൊന്നും ജെറി ചെയ്തിട്ടില്ലെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ ഒരു ദിവസം ആരോൺ വന്നിട്ട് കുട്ടികളോടെല്ലാം പറഞ്ഞു, നിങ്ങളെല്ലാവരും ജെറിയെ ആക്രമിക്കാറുണ്ടോ? ഹോംവർക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെറിയുടെ നോട്ടിൽ നിന്നും ജെറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെറ്റർ കിട്ടിയെന്നും അത് ഈ ക്ലാസ്സിലുള്ള ഏതോ ഒരു കുട്ടി തന്നെയാണ് വെച്ചതെന്നും ആരോൺ പറഞ്ഞു. ജെറിയാണ് ക്ലാസ്സിൽ എപ്പോഴും നമ്പർ 1 എന്നും അതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് അവനോട് അസൂയായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുമാണ് ആരോൺ വിശ്വസിച്ചത്. പക്ഷേ അപ്പോഴായിരുന്നു മറ്റുള്ള കുട്ടികളെല്ലാം അന്നയുടെ നേരെ തിരിഞ്ഞത്.
അന്നയ്ക്ക് ഓൾറെഡി ജെറിയോട് ഒരു സഹതാപമുള്ളത് അവർക്കെല്ലാം തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന ജെറിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെല്ലാം ഒറ്റിക്കൊടുത്തെന്നാണ് അവരെല്ലാം വിശ്വസിച്ചത്. അങ്ങനെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം കൂടി ചേർന്നിട്ട് ജെറിയിൽ നിന്നും അന്നയ്ക്കും എയ്ഡ്സ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും നിർബന്ധിച്ചിട്ട് കിസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഇൻസിഡന്റ് അന്നയ്ക്കും സോഫിയ ടീച്ചറോട് ദേഷ്യം തോന്നാനുള്ള കാരണമായിട്ട് മാറി. സോഫിയ ടീച്ചർ കാരണമാണ് ക്ലാസ് ഇങ്ങനെ താറുമാറായതെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ബ്രൂണോയെയാണ്. അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അത് കണ്ടിട്ട് അവൻ്റെ അമ്മ വിചാരിക്കുന്നത് അവൻ ആ മരിച്ച കുട്ടിയെ ഓർത്തിട്ട് അതിൻ്റെ കുറ്റബോധം കൊണ്ട് കരയുന്നതാണെന്നാണ്. അവനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴായിരുന്നു അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ പിള്ളേർ എഴുതിയിട്ടുണ്ടായിരുന്ന ലെറ്റർ ഇല്ലേ, അതിലെല്ലാം തന്നെ ബ്രൂണോ കൊലപാതകയാണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ബ്രൂണോയുടെ അമ്മ ആ സത്യം മനസ്സിലാക്കുന്നത്. ബ്രൂണോയുടെ മാനസിക നില വീണ്ടും വീണ്ടും തെറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും ആരോൺ വന്നിട്ട് ഇതുപോലുള്ള ലെറ്റേഴ്സ് അവന് കൊടുത്തു കഴിഞ്ഞാൽ തന്റെ മകനെ ഇനി ഒരിക്കലും തനിക്ക് തിരിച്ചു കിട്ടില്ലെന്ന് അവർക്ക് തോന്നി. അങ്ങനെ ആ സീൻ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് അന്നയെയാണ്. അവള് ഒരു പാലത്തിനടുത്തേക്ക് നടന്നു പോവുകയായിരുന്നു. അവിടെ അവൾക്ക് വേണ്ടിയിട്ട് ചെറി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് അന്ന അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന്. അപ്പോൾ ചെറി പറയുന്നത്, ഞാൻ HIV ടെസ്റ്റ് ചെയ്തു, എന്റെ പരിശോധനാ ഫലം നെഗറ്റീവാണ്, അത് നിന്നെ അറിയിക്കണമെന്ന് തോന്നിയെന്നാണ്. ആ റിസൾട്ട് കണ്ടിട്ട് അന്ന ചെറിയോട് പറയുന്നുണ്ട്, ഇതെനിക്ക് മുൻപേ അറിയാമായിരുന്നു. സോഫിയ ടീച്ചർക്ക് ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നുമില്ലായിരുന്നു. മാത്രമല്ല അങ്ങനെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിന്നെ ജീവിതത്തെക്കുറിച്ചിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കില്ലായിരുന്നു. ഒറ്റയടിക്ക് നിന്നെ കൊല്ലാൻ മാത്രമേ അവർ നോക്കുള്ളൂ. ഇത് നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനുള്ള അവരുടെ ഒരു അടവ് മാത്രമായിരുന്നു. അത് കേട്ടിട്ട് ജെറി അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ പേടിയില്ലേ എന്ന്. അപ്പോൾ അന്ന, എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല എന്നായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ ക്ലാസ്സിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിള്ളേരും അന്നയെ കളിയാക്കുന്നുണ്ട്. അത് കണ്ട ജെറി അവന്റെ കൈ മുറിച്ചിട്ട് ആ രക്തം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിള്ളേരുടെ ദേഹത്തും തേക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് എല്ലാ പിള്ളേരും ഓടാൻ തുടങ്ങി. കാരണം അവന്റെ ബ്ലഡ് ആയി കഴിഞ്ഞാൽ അതിലൂടെ HIV ബാധിക്കുമോ എന്ന് അവർക്കെല്ലാം തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. ഇതേ സമയം ബ്രൂണോയെയും സീനിൽ കാണിക്കുന്നുണ്ട്. അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് അവന്റെ ബ്ലഡ് അവിടെയുള്ള എല്ലാ സാധനത്തിലും തേച്ചു കൊടുത്തു. അപ്പോഴേക്കും അവന്റെ അമ്മ അവിടെ വന്നിട്ട് അവൻ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവൻ അവന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ തൊടുന്ന ഒരു സാധനത്തിലും അമ്മ തൊടാൻ പാടില്ല എന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് HIV ബാധിക്കുമെന്ന്. അത് കേട്ടിട്ട് അമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, നീ എന്താ ബ്രൂണോ ഈ പറയുന്നതെന്ന്. അപ്പോഴായിരുന്നു ബ്രൂണോ ആ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം സോഫിയ ടീച്ചർ ഞങ്ങൾ കുടിച്ച പാലിൽ HIV കലർന്ന ബ്ലഡ് ചേർത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അമ്മ അവനോട് പെട്ടെന്ന് തന്നെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുന്നുണ്ടെങ്കിലും ബ്രൂണോ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, ഞാനൊരു കൊലപാതകയാണെന്നാണ്. ഇത് കേട്ട അവൻ്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നീ ഒരു കൊലപാതകയൊന്നുമല്ല, നിന്റെ ഫ്രണ്ട് ചെയ്ത കുറ്റം മറച്ചു വെക്കാനായിട്ട് നീ ആ കൊച്ചിനെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടത് മാത്രമല്ലേ ഉള്ളൂ എന്ന്. അപ്പോഴായിരുന്നു ബ്രൂണോ ആ സത്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ മനാമിക്ക് അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു. പേഴ്സിൽ നിന്നും ഷോക്കേറ്റതിന് ശേഷം ആ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ബ്രൂണോ ആ കുട്ടിയെ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് ആ കുട്ടി കണ്ണു തുറന്നു. ജീവനുള്ള ഒരു കുട്ടിയെയാണ് താൻ വെള്ളത്തിലേക്ക് എറിയുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ബ്രൂണോ അത് ചെയ്തു. ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ചെറിയെയും അന്നയെയുമായിരുന്നു. ജെറിയെ പിന്നെ ഉപദ്രവിക്കാൻ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അടിച്ചു. കാരണം അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവരെല്ലാം പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ജെറിയും അന്നയും തമ്മിൽ ഇഷ്ടത്തിലായി. ജെറി അന്നയെയും കൂട്ടിയിട്ട് അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അവൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. കൂടാതെ അപ്പോഴായിരുന്നു ജെറി വേറൊരു കാര്യം പറയുന്നത്. ചെറുപ്പത്തിലെ തന്നെ ജെറിയുടെ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഇത് കേട്ടിട്ട് സഹതാപം തോന്നിയ അന്ന ജെറിയോടൊരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓർക്കുന്നുണ്ട് നേരത്തെ സോഫിയ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൂണാസിലെ ആ പെൺകുട്ടി, അത് വേറെ ആരുമായിരുന്നില്ല, അന്നയായിരുന്നു. അവളായിരുന്നു അവളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വിഷം കൊടുത്തിട്ട് ആൾക്കാരെ എല്ലാം കൊന്നത്. അതിനുശേഷമുള്ള സീനിൽ കാണിക്കുന്നത് ആരോണിനെയായിരുന്നു. ആരോൺ അപ്പോഴും ബ്രൂണോയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആരോൺ ബ്രൂണോന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ബ്രൂണോന്റെ അമ്മ ആരോണിനെ പിടിച്ച് പുറത്താക്കി. നിങ്ങൾ ഇനി ഈ വീട്ടിലേക്ക് വരരുതെന്നും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ബ്രൂണോയിൽ നിന്നും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ആ അമ്മ ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. അവരൊരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ബ്രൂണോയെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഒരു കത്തിയുമായിട്ട് ബ്രൂണോയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ബ്രൂണോയുടെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം സീനിൽ കാണിക്കുന്നത് മരിച്ചു കിടക്കുന്ന ബ്രൂണോയുടെ അമ്മയെയാണ്. കാരണം ബ്രൂണോ അവന്റെ അമ്മയെ കൊന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മനോനില അത്രയ്ക്കും തകർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്രൂണോ ആണോ ഇത് ചെയ്തതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോലീസുകാർ വരുന്നുണ്ട്. അപ്പോൾ ആരോൺ അന്നയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും എപ്പോഴും ബ്രൂണോയെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ നമ്മളെ എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ നീ ബ്രൂണോ അല്ല ഇത് ചെയ്തതെന്ന് അവരോട് പറയണം. കാരണം ബ്രൂണോയ്ക്ക് ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് ആരോൺ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതിന് ഓക്കെ പറഞ്ഞിട്ട് നേരെ പോലീസുകാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്.
എന്നാൽ അവിടെ പോയിട്ട് നമ്മൾ കാണുന്നത് അന്നയുടെ തന്നെ മറ്റൊരു മുഖമായിരുന്നു. അവൾ പോലീസുകാരോട് പറയുന്നത് ആരോൺ പറഞ്ഞിട്ടാണ് ബ്രൂണോ അവന്റെ അമ്മയെ കൊന്നതെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അന്നയും ജെറിയെ പോലെ തന്നെ ഒരാളായിരുന്നു. ജെറി ചെയ്തതിലൊന്നും ഒരു തെറ്റുമില്ലെന്നും ഇങ്ങനെയൊന്നും ഒരു വട്ടമെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ ഭൂമിയിൽ ഇല്ല എന്നുമാണ് അവൾ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് ജെറിയുടെ കൺഫെഷനാണ്. അവൻ ആരെയോ വെട്ടിക്കൊല്ലുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ അത് ആരാണെന്ന് ആദ്യം നമ്മളെ കാണിക്കുന്നില്ല. ജെറിയുടെ അമ്മ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഗവേഷണം നടത്തുന്ന ഒരാളായിരുന്നു. എന്നാൽ അവർ കല്യാണം കഴിച്ചത് ഒരു സാധാരണക്കാരനെയായിരുന്നു. എന്നാൽ ജെറി ജനിച്ചതിന് ശേഷം അവരവരുടെ ഗവേഷണങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവന് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങി. ജെറിയും അവരെ പോലെ തന്നെ വലിയ പ്രശസ്തനായ ഒരു ഗവേഷകനാകണമെന്ന് അവരാഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അവനെ കൊണ്ട് വലിയ വലിയ ബുക്കുകളൊക്കെ വായിപ്പിക്കുകയും അവന്റെ കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് വീണ്ടും അതെങ്ങനെ റീഅറേഞ്ച് ചെയ്യണമെന്നുമൊക്കെ അവരവനെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ വളരെ കുഞ്ഞായിരുന്ന ജെറിക്ക് അതിനൊന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരവനെ അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവരുടെ ഈ പ്രവൃത്തി അവന്റെ അച്ഛന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഡിവോഴ്സ് ആവുന്നുണ്ട്. ജെറി ഒരിക്കലും തന്നെ പോലെ ആവില്ലെന്ന് മനസ്സിലാക്കിയ അവനെ വളരെ കുഞ്ഞിലെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ഗവേഷണത്തിന് പുറകെ പോയി. എന്നാൽ അവന്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കുകയും അതിൽ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴായിരുന്നു ജെറിക്ക് ജെറിയുടെ അമ്മയുടെ വില മനസ്സിലാവുന്നത്. അവൻ തിരിച്ചവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. എന്നാൽ ജീവിതത്തിൽ ഒന്നുമാകാതെ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് പോയാൽ അമ്മ അവനെ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ എല്ലാ പുസ്തകങ്ങളും അവൻ വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ഓരോരോ പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ അവന്റെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവൻ ഓരോരോ പോസ്റ്റുകളായിട്ട് ഇടാൻ തുടങ്ങി. എന്നാൽ ആ കണ്ടുപിടുത്തങ്ങൾക്കൊന്നും ഒരു കമന്റ് പോലും അവന് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മൃഗങ്ങളെ കൊല്ലുന്ന ഒരു യന്ത്രമുണ്ടാക്കിയിട്ട് അതിന്റെ പോസ്റ്റ് ഇട്ടു. പക്ഷേ അതിനവൻ ഒരുപാട് കമന്റുകൾ ലഭിച്ചു. അപ്പോഴവന് മനസ്സിലായി നല്ല നല്ല കാര്യങ്ങളെക്കാളും ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് ആൾക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന്. ആ സമയത്തായിരുന്നു ജപ്പാനിലെ ശാസ്ത്രമേള നടന്നത്. ആ ശാസ്ത്രമേളയിൽ മെയിൻ ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ 1ാം സമ്മാനം ലഭിച്ചാൽ അവന്റെ അമ്മ ഉറപ്പായിട്ടും അവനെ കാണുമെന്നും അംഗീകരിക്കുമെന്നും ജെറി കരുതി. ജെറി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവനായിരുന്നു 1ാം സ്ഥാനം. എന്നാൽ ജനങ്ങൾ ആരും തന്നെ അവന്റെ വാർത്ത ശ്രദ്ധിച്ചതേയില്ല. അവരുടെ ഒക്കെ നോട്ടം ലൂണാസിലെ ആ പെൺകുട്ടിയിലേക്കായിരുന്നു. ജെറി ഇത്ര നല്ലൊരു കാര്യം ചെയ്തിട്ട് കൂടി അവന്റെ അമ്മയിലേക്ക് ആ ന്യൂസ് എത്തിയില്ല. അതിനുള്ള കാരണം ലൂണാസിലെ ആ പെൺകുട്ടിയാണെന്ന് ജെറി വിശ്വസിച്ചു. ഇപ്പോൾ മനസ്സിലായോ ജെറി നേരത്തെ ആരെയായിരുന്നു വെട്ടിക്കൊല്ലുന്നുണ്ടായതെന്ന്? അത് അന്നയായിരുന്നു. ശാസ്ത്രമേളയിലെ ജെറിയുടെ വിജയത്തിന്റെ വാർത്ത മങ്ങിയത് അന്ന കാരണമായിരുന്നു. അവൾ കാരണമായിരുന്നു അന്ന് ഈ വാർത്ത അവന്റെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടാത്തതെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ ലൂണാസിലെ കുട്ടി ചെയ്തതുപോലെ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അമ്മയുടെ ശ്രദ്ധ അവനിലേക്ക് കിട്ടുമെന്ന് ജെറി കരുതി. പക്ഷേ ഈ കൊലപാതകം ചെയ്തത് ജെറിയാണെന്ന് പറഞ്ഞു വരുത്താനായിട്ട് അവൻ ഒരാളെ വേണമായിരുന്നു. അങ്ങനെ ജെറി കണ്ടെത്തിയ ആളായിരുന്നു ബ്രൂണോ. എന്നാൽ മനാമി ഷോക്കേറ്റ് വീണതിന് ശേഷം ജെറി ബ്രൂണോയോട് പറയുന്നുണ്ട് ഈ കാര്യം നീ എല്ലായിടത്തും പോയിട്ട് പാട്ടാക്കണമെന്ന്. പക്ഷേ ബ്രൂണോയാകട്ടെ ജെറിയെ നല്ലൊരു ഫ്രണ്ടായിട്ടായിരുന്നു കണ്ടത്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ചെയ്യില്ലെന്നും ആ സമയത്ത് ജെറിയോട് തിരിച്ചു പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്തായിരുന്നു ജെറി ബ്രൂണോയോട് ആ സത്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ജെറി ബ്രൂണോയെ ഒരു ഫ്രണ്ടായിട്ട് കൂടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവന് കൊലപാതകം ചെയ്യാൻ ഒരു സഹായിയെ വേണമായിരുന്നു. അവൻ ചെയ്ത കൊലപാതകം നാട്ടിലെല്ലാം പാട്ടാക്കാനായിട്ട് ഒരാള്, അതുമാത്രമായിരുന്നു ജെറിക്ക് ബ്രൂണോ. ഇതറിഞ്ഞ ബ്രൂണോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് നീ എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ആളാവണ്ട എന്ന് പറഞ്ഞിട്ട് മനാമിയെ എടുത്തിട്ട് കുളത്തിലേക്ക് ഇട്ടു. അതുകൊണ്ട് തന്നെ അതൊരു അപകട മരണമായിട്ട് പത്രവാർത്തകളിൽ ഒതുങ്ങി. ജെറിയുടെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞു. ജെറി ചെയ്ത ആ ഒരു കൊലപാതകം ബ്രൂണോ കാരണം വെറും അപകട മരണമായി മാറി. അതുകൊണ്ട് തന്നെ ജെറിയുടെ അമ്മ അവനെ തിരഞ്ഞു വന്നതുമില്ല. എന്നാൽ അതിനുശേഷമാണ് സോഫിയ ടീച്ചർ ക്ലാസ്സിൽ വെച്ചിട്ട് പറയുന്നത് അവരുടെ മകളെ കൊന്നവരെ അവർ വെറുതെ വിടില്ലെന്ന്. HIV കലർന്ന ബ്ലഡ് അവർ കുടിച്ച പാലിൽ ചേർത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജെറി സന്തോഷിക്കുമായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാറാരോഗം തൻ്റെ മകന് ബാധിച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ ആ അമ്മ ഉറപ്പായിട്ടും അവനെ കാണാൻ വരും. പക്ഷേ HIV ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവ് റിസൾട്ട് കാണിച്ചത് ജെറിയെ വീണ്ടും നിരാശയിലാക്കി. അതിനുശേഷമുള്ള സീനിൽ കാണിക്കുന്നത് ജെറി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിട്ടാണ്. അതിലവൻ പറയുന്നത് അവൻ സ്കൂളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഈ വീഡിയോ അവൻ്റെ മരണപത്രവുമാണെന്നാണ്. അവനൊരു ബോംബ് ഉണ്ടാക്കിയിട്ട് ആ ബോംബ് അവൻ്റെ ഫോണുമായിട്ട് ബന്ധിപ്പിച്ചു. എന്നിട്ടത് സ്കൂളിലെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവച്ചു. ഓഗസ്റ്റ് 31 സ്കൂളിലൊരു പ്രോഗ്രാം നടക്കാനുണ്ടായിരുന്നു.
അതിൽ ജെറിക്കൊരു ലേഖനം അവതരിപ്പിക്കാനുണ്ടായിരുന്നു. എന്നാൽ അവൻ ആ ലേഖനം അവതരിപ്പിക്കുന്ന സമയത്ത് അവൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ട് അവൻ ആ ബോംബ് പൊട്ടിക്കുകയും എല്ലാവരും തന്നെ മരിച്ചു വീഴുകയും ചെയ്യും. പക്ഷേ ആ അപകടത്തിൽ ജെറി കൂടി മരിച്ചു വീഴുമെങ്കിലും ഇങ്ങനെയൊരു വലിയ അപകട വാർത്ത ആവുമ്പോൾ പത്രങ്ങളിൽ നിറഞ്ഞിട്ട് അതവൻ്റെ അമ്മയുടെ ശ്രദ്ധ പറ്റുമെന്നും അവരവനെ തേടി വരുമെന്നും അവൻ കരുതി. കൂടാതെ അവൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു ദിവസം അവൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ പോസ്റ്റിന് താഴെ അവനൊരു കമൻറ്റ് ലഭിച്ചു. അത് അവൻ്റെ അമ്മ അയച്ചതായിരുന്നു. അവനോട് അവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനും അവനെ അവർക്ക് കാണണമെന്നുമായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത്. അത് കേട്ട പാതി അവൻ അവൻ്റെ അമ്മയെ കാണാനായിട്ട് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയ അവൻ അവൻ്റെ അമ്മ ലാബിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവരവനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അപ്പോഴായിരുന്നു അവന് തോന്നിയത്, ജീവിതത്തിൽ ഒന്നുമാകാതെ അവൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മ തന്നെ വില കുറച്ച് കാണുമെന്നും ചിലപ്പോൾ അവനെ അംഗീകരിക്കാൻ തന്നെ മടിച്ചേക്കുമെന്നും. എന്നിട്ട് ജെറി അമ്മയെ കാണാതെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിരിച്ചു പോവുകയായിരുന്നു ഉണ്ടായത്. പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വാർത്തയായതിനു ശേഷം മാത്രം അവൻ അവൻ്റെ അമ്മയെ കണ്ടാൽ മതി എന്ന് ജെറി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ സ്കൂളിൽ ബോംബ് വെച്ചതും ആൾക്കാരെ എല്ലാം കൊല്ലാൻ തീരുമാനിച്ചതും. അങ്ങനെ ജെറി തീരുമാനിച്ച ആ ദിവസം വന്നെത്തി. സ്കൂളിലെ പ്രോഗ്രാം നടക്കുന്ന ദിവസം. ജെറി സ്റ്റേജിൽ കയറിയിട്ട് തൻ്റെ ലേഖനം അവതരിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ അതിനിടയിൽ വെച്ചിട്ട് അവൻ ബോംബ് പൊട്ടിക്കാനായിട്ട് അവൻ്റെ ഫോണിലെ ബട്ടൺ ഞെക്കുന്നുണ്ട്. എന്നാൽ ആ ബോംബ് ആ സമയത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ട ജെറി ആദ്യം കരുതുന്നത് അവൻ കണ്ടുപിടിച്ച ആ ഒരു കണ്ടുപിടുത്തം ശരിയായിരുന്നില്ല, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ജെറി മനസ്സിലാക്കുന്നത് അവൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് ആ ബോംബ് ആ സമയത്ത് ഇല്ലായിരുന്നു. അത് വേറെ ആരോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ആ ഒരു പദ്ധതിയെല്ലാം പൊളിഞ്ഞ സങ്കടത്തിൽ അവൻ തിരിച്ചിട്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങി നടക്കുമായിരുന്നു. പക്ഷേ ആ സമയത്തായിരുന്നു അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. വിളിച്ചത് വേറെ ആരുമായിരുന്നില്ല, സോഫിയ ടീച്ചറായിരുന്നു. കോൾ എടുത്തപ്പോൾ തന്നെ ടീച്ചർ പറയുന്നത് നിന്റെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞല്ലേ എന്നായിരുന്നു. അത് കേട്ട ജെറിക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ടീച്ചർ അവർ ചെയ്ത ഓരോ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുന്നത്. HIV കലർന്ന ബ്ലഡ് ഞാൻ ആ പാലിൽ ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെറും രോഗമായിട്ട് മാത്രം മാറുമായിരുന്നു. അതിന് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചികിത്സ തേടുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ട എന്ന് ഞാൻ മുൻപേ തന്നെ തീരുമാനിച്ചതായിരുന്നു. മാത്രമല്ല നീ കൊന്ന അന്നയുണ്ടല്ലോ, അവൾക്ക് മാത്രമായിരുന്നു നിന്റെ എല്ലാ വീക്ക്നെസ്സും അറിയുന്നത്. നീ നിന്റെ അമ്മയെ കാത്തിരിക്കുവാണെന്ന് അവളായിരുന്നു എന്നോട് പറഞ്ഞത്. അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. നിന്റെ എല്ലാ തെറ്റുകളും അവൾ പൊറുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ അവളെ കൊന്നു. ആ കൊലപാതകത്തിന് പോലീസ് നിന്നെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. മാത്രമല്ല നീ എന്താ കരുതിയത് നിന്റെ അമ്മയാണ് നിനക്ക് അവരുടെ അഡ്രസ്സ് അയച്ചു തന്നത് എന്നായിരുന്നു. അത് ചെയ്തത് അവരൊന്നുമല്ല, അത് ചെയ്തത് ഞാനായിരുന്നു. നീ നിന്റെ ചവറ് കണ്ടുപിടുത്തങ്ങളെല്ലാം നിന്റെ അമ്മയെ കാണിക്കാനായിട്ട് അന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷേ അവിടെ ചെന്ന് നീ നിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പകരം അവര് വേറൊരു കല്യാണം കഴിച്ചെന്നും അവര് ഹണിമൂണിന് പോയിരിക്കുവാണെന്നും അവിടെ ചെന്ന നീ അറിഞ്ഞു. നിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് നീ അവിടെ നിന്നും ഓടി. അതെല്ലാം തന്നെ നിന്റെ പുറകിൽ നിന്നിട്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഈ ബോംബ് നീ ഉണ്ടാക്കുമ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി നിനക്ക് ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു. പക്ഷേ മരിക്കുമ്പോൾ ഒറ്റയ്ക്ക് മരിക്കാൻ നീ തയ്യാറായില്ല. കഴിയുന്ന അത്രയും ആളുകളെ കൂടെ കൂട്ടാൻ നീ ആഗ്രഹിച്ചു. നിനക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഒന്നും അറിയാത്ത പാവപ്പെട്ട ആൾക്കാരും മരിച്ചു വീഴുന്നത്? അതുകൊണ്ട് തന്നെ നീ ഉണ്ടാക്കി വെച്ച ആ ബോംബുണ്ടല്ലോ, അത് അവിടെ നിന്നും എടുത്തു മാറ്റിയത് ഞാനായിരുന്നു. കൂടാതെ നീ കണ്ടുപിടിച്ച ആ സമ്മാനം ഞാൻ എത്തേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. അത് കേട്ട് ജെറിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു സോഫിയ ടീച്ചർ പറയുന്നത് ഞാൻ ആ ബോംബുമായിട്ട് നിന്റെ അമ്മയെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവരോട് നിന്നെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് നിന്നെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ നീ കണ്ടുപിടിച്ച ആ ബോംബുണ്ടല്ലോ, ഞാനത് അവരുടെ ടേബിളിനടിയിൽ വെച്ചിട്ടാണ് തിരിച്ചു വന്നത്. നിന്റെ അമ്മ ഒരു നല്ല ആളായിരുന്നു. നീ ഒരിക്കലും ആ ബോംബ് പൊട്ടിക്കല്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നീ അത് ചെയ്തു. അതായത് നേരത്തെ ജെറി ലേഖനം അവതരിപ്പിക്കുമ്പോൾ ആ ബോംബ് പൊട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ മൊബൈലിലെ ബട്ടൺ ഞെക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവൻ്റെ അമ്മയുടെ ടേബിളിനടിയിലുണ്ടായിരുന്ന ആ ബോംബ് അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ്റെ അമ്മ മരിച്ചു പോവുകയും ചെയ്തു. ഇതെല്ലാം കേട്ട് ജെറി അവിടെ നിന്ന് മലമുറയിട്ട് കരയുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് ചുറ്റും കൂടി നിന്ന കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും തന്നെ പേടിക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു ടീച്ചർ വേറൊരു കാര്യം കൂടി അവനോട് പറയുന്നത്. ബ്രൂണോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോൺ സർ കുറച്ച് ലെറ്റേഴ്സ് കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചില്ലേ, അതെല്ലാം തന്നെ സോഫിയ ടീച്ചർ ആരോണിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു. സോഫിയ ടീച്ചർക്ക് അറിയാമായിരുന്നു കുട്ടികൾ ബ്രൂണോയെ ഭീഷണിപ്പെടുത്തുമെന്നും ആ ലെറ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ ബ്രൂണോയുടെ മനോനില വീണ്ടും വീണ്ടും തകരാറിലാകുമെന്നും. അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെയായ ബ്രൂണോ ഇന്ന് അവന്റെ അമ്മയെ കൊന്നു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് സോഫിയ ടീച്ചർ ജെറിയെ കാണാനായിട്ട് ആ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് വരുന്നുണ്ട്. അവന്റെ മുന്നിലെത്തിയിട്ട് അവരവനോട് പറഞ്ഞു, നീ ഒരു നരഭോജിയാണ്, ഇതെന്റെ പ്രതികാരമാണെന്ന്. അവിടെ വെച്ചിട്ട് കൺഫെഷൻസ് എന്ന ഈ മൂവി അവസാനിക്കുകയാണ്. ജെറിയും ബ്രൂണോയും രണ്ടുപേരും അവരുടെ അമ്മമാരെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു.
എന്നാൽ സോഫിയ ടീച്ചർ തന്റെ മകളെ കൊന്ന അവരെ വെറുതെ വിടാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടികളെ കൊണ്ട് തന്നെ അവരുടെ സ്വന്തം അമ്മമാരെ അവർ കൊല ചെയ്യിപ്പിച്ചു. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ജപ്പാനിലെ കുട്ടികളുടെ നിയമങ്ങളിലെ പോരായ്മയും ഒക്കെ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നെന്നും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണെന്നുമൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വില്ലത്തരം കാണിക്കാനായിട്ട് പ്രായം ഒരു തടസ്സമല്ലെന്ന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. വ്യത്യസ്തമായ ഒരു മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാകണമെന്നുമില്ല. ശരിക്കും സോഫിയ ടീച്ചറുടെ ഭാഗത്താണോ അതോ ആ കുട്ടികളുടെ ഭാഗത്താണോ നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് ഈ മൂവിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം?